പമ്പയാറിന്റെ തീരത്ത് പ്രകൃതി ലാവണ്യം കവിഞ്ഞൊഴുകുന്ന ചമ്പക്കുളം ഗ്രാമത്തിൽ ഒരു ദിവ്യ ജ്യോതിസ് ഉദയം കൊണ്ടു. ദിവ്യകാരുണ്യ പ്രേക്ഷിതനും യുവജന സ്നേഹിതനുമായ ധന്യൻ മാർ തോമസ് കുരിയാളശ്ശേരി. ലഹരി, സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ, ആഡംബര ജീവിതം ഇവയുടെ മാസ്മരിക ലോകത്ത് വിഹരിക്കുന്ന ആധുനിക യുവത്വം, പ്രത്യാശയില്ലാത്ത പ്രതിസന്ധികളിൽ തളരുന്ന യുവഹൃദയങ്ങൾ. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. പരീക്ഷ, ജോലി, ഭാവി, പണം, എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണം. ചിലപ്പോൾ തോന്നുന്നു ഈ പഠിത്തമൊക്കെ അങ്ങ് നിർത്തിയേക്കാന്ന്. പക്ഷെ വീട്ടിലെ ദാരിദ്ര്യം. ഇത്തവണയും തോറ്റല്ലോ. എനിക്ക് വയ്യ. എല്ലാവരും എന്നെ ചതിക്കുമായിരുന്നു. എങ്ങനെ നീ ആ പൈസ ഉണ്ടാക്കും? മരിച്ചാലോ? എന്താ മോനെ, ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നോ? എന്ത്? എനിക്ക് എന്റേതായ ഒരു ലോകമുണ്ട്. എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. അച്ഛാ, എനിക്ക് ഇച്ചിരി പൈസ വേണം. നിനക്കെന്തിനാ പൈസ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് വേണം. മാറി നിൽക്കാം അങ്ങോട്ട്. എന്നാലും എന്റെ മോൻ ഇങ്ങനെയായി പോയല്ലോ. നിങ്ങളെന്താ ഇന്ന് ക്ലാസ്സിൽ കയറുന്നില്ലേ? എന്നാ ക്ലാസ്? ആ ക്ലാസ്സിലൊക്കെ ആര് കയറാനാ? എന്നാ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാല്ലേ? നിങ്ങളെല്ലാരും എന്താ ഇവിടെ ഇരിക്കുന്നേ? ക്ലാസ്സിൽ കയറാതെ? എല്ലാരും ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണല്ലോ ഇരിക്കുന്നേ. എന്തോ എനിക്കൊരു കാര്യം ചെയ്യും, ഞാനൊരു ബുക്ക് തരാം, നിങ്ങൾ അതിരുന്ന് വായിക്കുക. എന്താണ് മകളെ, എന്തിനാണ് നീ ഭയപ്പെടുന്നത്? ഇത് ഞാനല്ലേ, നിങ്ങളുടെ കുരിയാളശ്ശേരി പിതാവ്. മക്കളെ, നിങ്ങൾ എന്താണ് ഇരുട്ടിൽ തപ്പുന്നത്? പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങളിലെ പ്രകാശത്തിലേക്ക് നോക്കൂ, അതൊരു വലിയ അഗ്നിയാണ്. പ്രകാശമോ അഗ്നിയോ? ഇതൊക്കെ പറയാൻ കൊള്ളാം. പിതാവേ, ഞാൻ തോറ്റുപോയവനാണ്, എന്നെ രക്ഷിക്കാൻ ആരുമില്ല.
മകനെ, നീ അങ്ങനെ പറയരുത്. നിന്നിലെ പ്രകാശം നിന്നിലെ നന്മയാണ്. നൂറ്റാണ്ട് മുൻപേ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നു. യുവജനങ്ങൾ സമൂഹത്തിന്റെയും സഭയുടെയും നട്ടെല്ലാണ്. നിങ്ങൾ തളർന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്ന സമൂഹവും തളരും. കർമ്മനിരതമായ യുവത്വം അതായിരിക്കണം നിങ്ങളുടേത്. പിതാവേ, ഞാൻ സ്നേഹേ, എന്തിനാണ് പ്രശ്നങ്ങളിൽ തളരുന്നത്? നല്ല വായനയിലൂടെയും പഠനത്തിലൂടെയും വിദ്യ നേടുവിൻ. എന്തിനെന്നോ, പ്രശ്നങ്ങളിൽ പതറാതെ മുന്നേറാൻ ധൈര്യമായിരിക്കും. പിതാവേ, പണത്തിനു വേണ്ടി മാതാപിതാക്കളെയും അധ്യാപകരെയും തള്ളി പറഞ്ഞതാണ് ഞാൻ. മകനെ, യഥാർത്ഥ സമ്പത്ത് അധ്വാനമാണ്. അധ്വാനിക്കാത്ത യുവത്വം തുരുമ്പിച്ച വാൾ പോലെയാണ്. നീന അച്ചടക്കമുള്ളവളാക്കുക. അശുദ്ധിയും അശ്ലീല ഭാഷണങ്ങളും അബദ്ധ വിചാരങ്ങളും നിറഞ്ഞ സിനിമ, റീൽ, സോഷ്യൽ മീഡിയ നിർമ്മല ഹൃദയങ്ങളെ നശിപ്പിക്കും. മക്കളെ, നിങ്ങളുടെ യൗവനം ഒരു പൂവ് പോലെയാണ്. അത് മനോഹരമായി വിരിഞ്ഞ് ദൈവത്തിന്റെ ബലിപീഠത്തിൽ സുഗന്ധം പരത്തട്ടെ. മക്കളെ, അസ്തമയ സൂര്യൻ നമ്മെ ജീവിതാന്ത്യം അനുസ്മരിപ്പിക്കുന്നു. ചുവന്ന ചെമ്പരത്തിപ്പൂ കാണുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെ ഓർക്കാം. അങ്ങനെ പരിശുദ്ധ കുർബാന, കുംഭസാരം, മരിയഭക്തി, നല്ല വായനകൾ ഇവയിലൂടെ വിശുദ്ധ ജീവിതം നയിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്കാരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും